ഷേർലി ജാക്സന്റെ ലോട്ടറി എന്ന കഥയാണ് ഇന്ന് വായിക്കുന്നത്. ഈ കഥ എക്സ്ക്ലൂസീവ് വാരികയിൽ ഞാൻ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിരുന്നു. ഷേർലി ജാക്സൺ ഹൊറർ ശ്രേണിയിൽ എഴുതുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ്. ലോകത്തെ തന്നെ മികച്ച ചെറുകഥാകൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ പട്ടികയിൽ ഷേർലി ജാക്സൺ ഉണ്ടാവും. വളരെ സൂക്ഷ്മമായി ചെറുകഥയുടെ ക്രാഫ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഒരു കഥാകൃത്താണവർ. ഈ കഥയിൽ തന്നെ ഏറ്റവും ചെറിയ ഒരു സംഭവത്തിൽ നിന്ന് കഥ തുടങ്ങി എങ്ങനെയാണ് കഥ വികസിച്ചു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അവരുടെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് ഹോണ്ടിങ് ഓഫ് ദ ഹിൽ ഹൗസ് എന്നുള്ളത്. ഈ ലോട്ടറി എന്ന കഥയും വളരെ പോപ്പുലറായ വളരെ പ്രസിദ്ധമായ ഒരു കഥ തന്നെയാണ്. ലോട്ടറി. ജൂൺ 27 തെളിഞ്ഞ പ്രഭാതം ഇളവെയിലുള്ള വേനൽക്കാലത്തെ ഇളം ചൂടുമായാണ് പുലർന്നത്. ഗ്രാമവാസികൾ തപാൽ ഓഫീസിനും ബാങ്കിനും ഇടയിലുള്ള ഗ്രാമചതുരത്തിലേക്ക് 10 മണിയോടെ എത്തിത്തുടങ്ങി. ചില ഗ്രാമങ്ങളിൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ലോട്ടറി 2 ദിവസമുണ്ടാവും. അവിടെ ജൂൺ 26 തന്നെ കാര്യപരിപാടികൾ തുടങ്ങും. പക്ഷേ ഈ ഗ്രാമത്തിൽ ആകെയുള്ളത് 300 പേരാണ്. ലോട്ടറിയുടെ മുഴുവൻ പരിപാടിയും കഴിയാൻ 2 മണിക്കൂർ മതി. രാവിലെ 10 മണിക്ക് തുടങ്ങിയാലും ഗ്രാമവാസികൾക്ക് ഉച്ചഭക്ഷണത്തിന് വീട്ടിലെത്താം. പതിവ് പോലെ കുട്ടികളാണ് ആദ്യം ഒത്തുകൂടിയത്. വേനൽ അവധിക്കായി സ്കൂൾ അടച്ചതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ സംസാരത്തിൽ സ്കൂൾ ടീച്ചറും ക്ലാസ് മുറിയും നിറഞ്ഞു നിന്നു. ബോബി മാത്രം അവൻ്റെ കീശയിൽ കല്ലുകൾ നിറച്ചു തുടങ്ങി. മറ്റു കുട്ടികളും അത് കണ്ട് കല്ലുകൾ തിരയാൻ തുടങ്ങി. ഉരുണ്ട മിനുസമുള്ള കല്ലുകൾ. ബോബിയും ഹാരി ജോൺസും ഡിക്കിയും ചേർന്ന് കല്ലുകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെ ഗ്രാമചതുരത്തിൻ്റെ ഒരു കോണിൽ തയ്യാറാക്കി. പെൺകുട്ടികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ട് മാറി നിന്നേയുള്ളൂ. തീരെ ചെറിയ കുട്ടികൾ മണ്ണിൽ കളിച്ചുകൊണ്ടിരുന്നു. വൈകാതെ തന്നെ പുരുഷന്മാർ എത്തിത്തുടങ്ങി. അവരുടെ കുട്ടികളെ നിരീക്ഷിച്ചുകൊണ്ട് അവർ മഴയെപ്പറ്റിയും വിളവിനെപ്പറ്റിയും ട്രാക്ടറുകളെപ്പറ്റിയും നികുതിയെക്കുറിച്ചും സംസാരിച്ചു. അവർ കല്ലുകളുടെ കൂമ്പാരത്തിന് അടുത്തുനിന്ന് മാറി ഒതുങ്ങി നിന്നു. പതിഞ്ഞ തമാശകളും ചെറുചിരികളും മാത്രമേ അവരിൽ നിന്ന് കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾ നരച്ച വസ്ത്രങ്ങളും സ്വെറ്ററുകളും ധരിച്ച് പുരുഷന്മാർക്ക് പുറകെ എത്തി. അവർ പരസ്പരം അഭിവാദ്യം ചെയ്യുകയും ചെറുപരിദൂഷണങ്ങൾ പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് അവരവരുടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് ചെന്നു. വൈകാതെ തന്നെ സ്ത്രീകൾ കുട്ടികളെ അടുത്തേക്ക് വിളിക്കാൻ തുടങ്ങി. 4-5 പ്രാവശ്യം വിളിച്ചപ്പോഴേക്കും കുട്ടികൾ മടിയോടെയാണെങ്കിലും അവരുടെ മാതാപിതാക്കളുടെ അരികിൽ ചെന്ന് നിന്നു. ലോട്ടറി മാത്രമല്ല, ആ ഗ്രാമത്തിലെ എല്ലാ പൊതുപരിപാടികളും സംഘടിപ്പിച്ചിരുന്നത് മിസ്റ്റർ സമ്മേഴ്സാണ്. അയാൾക്കാണ് അതിനുള്ള സമയവും താല്പര്യവും ഉണ്ടായിരുന്നത്. അയാൾ വട്ടമുഖമുള്ള എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഗ്രാമവാസികൾക്ക് അയാളോട് സഹതാപമാണ്. അയാൾക്ക് മക്കളില്ല. ഭാര്യയാണെങ്കിൽ ഒരു വഴക്കാളിയും. അയാൾ ഗ്രാമചതുരത്തിലേക്ക് എത്തി. കയ്യിൽ കറുത്ത നിറമുള്ള മരം കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിയും ഉണ്ടായിരുന്നു. ഇന്ന് തുടങ്ങാൻ കുറച്ച് വൈകി സുഹൃത്തുക്കളെ, അയാൾ കൈ വീശിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ പുറകെ പോസ്റ്റ് മാസ്റ്റർ മിസ്റ്റർ ഗ്രേവ്സ് 3 കാലുള്ള ഒരു സ്റ്റൂളും കൊണ്ടെത്തി. അത് ഗ്രാമചതുരത്തിൻ്റെ ഒത്ത നടുക്ക് കൊണ്ടുവച്ചു. സമ്മേഴ്സ് ആ കറുത്ത പെട്ടി സ്റ്റൂളിന് മുകളിൽ വെച്ചു. ഗ്രാമീണർ അവർക്കും പെട്ടിക്കുമിടയിൽ സ്ഥലം വിട്ടുകൊണ്ട് മാറി നിന്നു. ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ വാ, സമ്മേഴ്സ് വിളിച്ചു പറഞ്ഞു. തെല്ല് മടിയോടെയാണെങ്കിലും മാർട്ടിനും അയാളുടെ മകൻ ബാക്സ്റ്ററും മുന്നോട്ട് വന്ന് പെട്ടി വീഴാതെ ഉറപ്പിച്ചു പിടിച്ചു. സമ്മേഴ്സ് കൈകൊണ്ട് അതിലുള്ള കടലാസുകൾ ഇളക്കി. ലോട്ടറിയുടെ ആരംഭത്തിലെ വസ്തുവകകളെല്ലാം പണ്ടേ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഇപ്പോഴുള്ള കറുത്ത പെട്ടി വാർണർ അപ്പൂപ്പൻ ജനിക്കുന്നതിന് മുമ്പേ ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അയാളാണ് ആ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ. സമ്മേഴ്സ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഒരു പെട്ടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്. പക്ഷേ ആർക്കും കറുത്ത പെട്ടിയുടെ പരമ്പരാഗത വിശ്വാസം പോലും തെറ്റിക്കാൻ ഇഷ്ടമല്ല. ഈ പെട്ടി ഉണ്ടാക്കിയത് ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന പെട്ടിയുടെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് എന്നൊരു വിശ്വാസമുണ്ട്. ഓരോ വർഷവും ലോട്ടറി കഴിഞ്ഞാൽ സമ്മേഴ്സ് പുതിയ പെട്ടി ഉണ്ടാക്കുന്നതിനെപ്പറ്റി പറയും. പക്ഷേ ആ ചർച്ച എങ്ങും എത്താറില്ല. കറുത്ത പെട്ടി വർഷം തെല്ലുംതോറും ജീർണിച്ചു കൊണ്ടേയിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും കറുപ്പല്ല. പലയിടത്തും മരത്തിൻ്റെ നിറം തെളിഞ്ഞു കാണാം. മാർട്ടിനും അയാളുടെ മകൻ ബാക്സ്റ്ററും കൂടി പെട്ടി ബലമായി സ്റ്റൂളിൽ ഉറപ്പിച്ചു പിടിച്ചു. സമ്മേഴ്സ് അതിലുള്ള കടലാസ് തുണ്ടുകൾ നന്നായി ഇളക്കി. പണ്ട് ചെറിയ മരക്കഷ്ണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. സമ്മേഴ്സാണ് അത് കടലാസ് തുണ്ടുകളാക്കി മാറ്റിയത്. ലോട്ടറിയുടെ തലേ രാത്രി സമ്മേഴ്സും ഗ്രേവ്സും കൂടിയാണ് കടലാസ് തുണ്ടുകൾ തയ്യാറാക്കി പെട്ടിയിലിടുന്നത്. എന്നിട്ടത് സമ്മേഴ്സിൻ്റെ അലമാരിയിൽ വെച്ച് പൂട്ടും. അടുത്ത ദിവസം ഗ്രാമചതുരത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ. ലോട്ടറി തുടങ്ങുന്നതിന് മുൻപ് കുറേ പ്രാരംഭ നടപടികൾ സമ്മേഴ്സ് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. കുറേ ലിസ്റ്റ് ഉണ്ടാക്കണം. എത്ര കുടുംബങ്ങളുണ്ട്, ഓരോ കുടുംബത്തിലെയും ഗ്രഹനാഥൻ്റെ പേര്, ഓരോ കുടുംബത്തിലെയും അംഗങ്ങളുടെ പേര് എന്നിങ്ങനെ. സമ്മേഴ്സ്
ലോട്ടറിയുടെ സംഘാടകനായി സത്യപ്രതിജ്ഞ ചെയ്യും. പണ്ട് അതിൻ്റെ കൂടെ ഇമ്പമില്ലാത്ത ഒരു മന്ത്രം എല്ലാവരും ചേർന്ന് ചൊല്ലാറുണ്ട്. കാലക്രമേണ അതില്ലാതായി. സമ്മേഴ്സ് ഗ്രാമീണരെ അഭിസംബോധന ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മിസ്സിസ് ഹച്ചിൻസൺ തിരക്കിട്ട് അവിടേക്ക് എത്തിയത്. ഇന്നത്തെ ദിവസം എന്താണെന്നേ മറന്നുപോയി. അവൾ മിസ്സിസ് ഡെലാക്രോസിനോട് പറഞ്ഞു, ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഭർത്താവിനെയും മക്കളെയും ഒന്നും കാണാനില്ല. അപ്പോഴാണ് ഇന്ന് 27 ആണല്ലോ എന്നോർത്ത് ഓടി വന്നത്. വൈകിട്ടൊന്നുമില്ല, മിസ്സിസ് ഡെലാക്രോസ് പറഞ്ഞു. അവരിപ്പോഴും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതേയുള്ളൂ. മിസ്സിസ് ഹച്ചിൻസൺ തല ഉയർത്തി ആൾക്കൂട്ടത്തിനിടയിലൂടെ ഭർത്താവും മക്കളും എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കി. അവൾ പതുക്കെ മിസ്സിസ് ഡെലാക്രോസിൻ്റെ കയ്യിൽ തട്ടിയിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു. അപ്പോൾ എല്ലാവരും ആയല്ലോ? സമ്മേഴ്സ് ഗൗരവത്തിൽ ചോദിച്ചു. നമുക്ക് തുടങ്ങാമല്ലേ? ഇത് കഴിഞ്ഞ് ജോലിക്ക് പോകേണ്ടതല്ലേ? ആരെങ്കിലും ഇനി എത്താനുണ്ടോ? ഡെൻബാർ, പലരും പറഞ്ഞു. ഡെൻബാർ. സമ്മേഴ്സ് കയ്യിലിരുന്ന ലിസ്റ്റിൽ നോക്കി. ക്ലൈഡ് ഡെൻബാർ, അത് ശരിയാണ്. അയാളുടെ കാൽ ഒടിഞ്ഞിരിക്കുകയല്ലേ? അയാൾക്ക് വേണ്ടി ആരാണ് നറുക്കെടുക്കുന്നത്? ഞാനാകുമെന്ന് കരുതുന്നു, ഒരു സ്ത്രീ പറഞ്ഞു. സമ്മേഴ്സ് അവരെ തിരിഞ്ഞു നോക്കി. പ്രായപൂർത്തിയായ ആൺകുട്ടികളൊന്നുമില്ലേ ജാനി നിനക്ക് വേണ്ടി എടുക്കാൻ? സമ്മേഴ്സിനും അവിടെയുള്ള എല്ലാവർക്കും തന്നെ അതിൻ്റെ ഉത്തരം കൃത്യമായി അറിയാം. എന്നാലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് ലോട്ടറിയുടെ ഭാഗമാണ്. ഹൊറേസിന് 16 തികഞ്ഞിട്ടില്ല, മിസ്സിസ് ഡെൻബാർ പറഞ്ഞു. അതുകൊണ്ട് ഇക്കുറി ഞാൻ തന്നെ എടുക്കേണ്ടി വരും. ശരി, സമ്മേഴ്സ് പറഞ്ഞു. വാട്സന്റെ മകൻ ഇക്കുറി എടുക്കുന്നുണ്ടോ? ഉയരമുള്ള ഒരു പയ്യൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് കൈ ഉയർത്തി. ഇവിടെ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാനാണ് എടുക്കുന്നത്. ശരി, അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ? സമ്മേഴ്സ് ചോദിച്ചു. വാർണർ അപ്പൂപ്പൻ എത്തിയോ? ഞാനിവിടെയുണ്ട്, ഒരു ശബ്ദം പറഞ്ഞു. സമ്മേഴ്സ് തലയാട്ടി. പെട്ടെന്ന് ആൾക്കൂട്ടം നിശബ്ദമായി. സമ്മേഴ്സ് കണ്ഠശുദ്ധി വരുത്തി ലിസ്റ്റിൽ നോക്കി. എല്ലാവരും തയ്യാറല്ലേ? ഞാൻ പേരുകൾ വായിക്കാം. കുടുംബത്തിലെ ഗ്രഹനാഥന്മാരുടെ പേരാണ് വായിക്കുക. ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പെട്ടിയിൽ നിന്ന് ഒരു കടലാസ് തുണ്ടെടുക്കണം. എന്നിട്ട് ആ കടലാസ് മടക്കി കയ്യിൽ തന്നെ വെക്കണം. എല്ലാവരും എടുത്തു കഴിയുന്നത് വരെ ആരും തുറന്നു നോക്കരുത്. എല്ലാവർക്കും വ്യക്തമായല്ലോ? ഗ്രാമീണർ ഇത് എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി ശ്രദ്ധയോടെ അവർ നിർദ്ദേശങ്ങൾ കേട്ടിരുന്നുള്ളൂ. മിക്കവരും ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. നാക്കുകൊണ്ട് ചുണ്ട് നനച്ച് ചുറ്റും നോക്കാതെ അവർ നിന്നു. സമ്മേഴ്സ് ഒരു കൈ ഉയർത്തി വിളിച്ചു, ആഡംസ്. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു മനുഷ്യൻ മുന്നോട്ട് വന്നു. ഫെസ്റ്റീവ്, സമ്മേഴ്സ് പറഞ്ഞു. അവർ പരസ്പരം ചിരിച്ചു, സന്തോഷമില്ലാത്ത അല്പം പരിഭ്രമത്തോടെ. ആഡംസ് കറുത്ത പെട്ടിക്കുള്ളിൽ കൈയിട്ട് ഒരു കടലാസ് കഷ്ണം എടുത്തു. അത് കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിലുള്ള തൻ്റെ സ്ഥാനത്തേക്ക് പോയി. കുടുംബത്തിൽ നിന്ന് കുറച്ചു മാറി കൈകളിലേക്ക് നോക്കാതെ അയാൾ നിന്നു. അലൻ, സമ്മേഴ്സ് വിളിച്ചു. ആൻഡേഴ്സൺ, ബെൻതാം. എന്ത് പെട്ടെന്നാണ് സമയം കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ ലോട്ടറി ഈ അടുത്ത് കഴിഞ്ഞതുപോലെ. മിസ്സിസ് ഡെലാക്രോസ് അടുത്ത് നിൽക്കുന്ന മിസ്സിസ് ഗ്രേവ്സിനോട് പറഞ്ഞു. ഡെൻബാർ, സമ്മേഴ്സ് വിളിച്ചു. ഇനി ഞങ്ങളാണ്, മിസ്സിസ് ഗ്രേവ്സ് പറഞ്ഞു. അപ്പോഴേക്കും ആൾക്കൂട്ടത്തിനിടയിലുള്ള പുരുഷന്മാരുടെ കയ്യിലെല്ലാം കടലാസ് തുണ്ടുകൾ ഉണ്ടായിരുന്നു. ഹാർബർട്ട്, ഹച്ചിൻസൺ, ജോൺസ്. പലരും പറയുന്നുണ്ടായിരുന്നു വടക്കു ചില ഗ്രാമങ്ങളിൽ ലോട്ടറി നിർത്തിയെന്ന്. ആഡംസ് അടുത്ത് നിൽക്കുന്ന വയസ്സൻ വാർണറോട് പറഞ്ഞു. വാർണർ മുഖം ചുളിച്ചു. മണ്ടത്തരം, ഒരു കൂട്ടം വിഡ്ഢികൾ. ചെറുപ്പക്കാരുടെ വാക്ക് കേൾക്കാൻ പോയിട്ടാണ്. അടുത്തത് നമ്മളെല്ലാവരും പഴയതുപോലെ ഗുഹകളിൽ പോയി താമസിക്കേണ്ടി വരും, ആരും പണിയൊന്നും ചെയ്യാതെ. ജൂണിൽ ലോട്ടറി നടത്തിയാൽ 100 മേനി വിളവെന്ന് ഒരു ചൊല്ല് തന്നെയുണ്ട് ഇവിടെ. എല്ലാ കാലത്തും ലോട്ടറി നടത്തിയിട്ടുണ്ട്, അയാൾ പറഞ്ഞു. മാർട്ടിൻ, പേഴ്സി, ഒന്ന് വേഗം കഴിഞ്ഞിരുന്നെങ്കിൽ, മിസ്സിസ് ഡെൻബാർ മകനോട് പറഞ്ഞു. അവരെന്താണ് പെട്ടെന്ന് ചെയ്യാത്തത്? ഏതാണ്ട് കഴിയാറായി, മകൻ പറഞ്ഞു. മിസ്റ്റർ സമ്മേഴ്സ്. സമ്മേഴ്സ് അയാളുടെ തന്നെ പേര് വിളിച്ചു. എന്നിട്ട് പെട്ടിയിൽ നിന്നൊരു കടലാസ് തുണ്ടെടുത്ത് കയ്യിൽ വെച്ചു. എന്നിട്ട് അയാൾ വിളിച്ചു, വാർണർ. 77 കൊല്ലമായി ഞാൻ ലോട്ടറി എടുക്കാൻ തുടങ്ങിയിട്ട്. ആൾക്കൂട്ടത്തിനിടയിൽ മുന്നോട്ട് നടന്നുകൊണ്ട് വാർണർ അപ്പൂപ്പൻ പറഞ്ഞു. 77 കൊല്ലം. വാട്സൺ, ഉയരമുള്ള ഒരു കുട്ടി ആൾക്കൂട്ടത്തിനിടയിലൂടെ മുന്നോട്ട് വന്നു. പരിഭ്രമിക്കേണ്ട, സമയമെടുത്ത് ചെയ്തോളൂ, സമ്മേഴ്സ് പറഞ്ഞു. സ്റ്റാനി. അത് കഴിഞ്ഞ് ഒരു നീണ്ട നിശബ്ദത. സമ്മേഴ്സ് തൻ്റെ കയ്യിലുള്ള കടലാസ് തുണ്ട് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് തുടങ്ങാം കൂട്ടരെ. ഒരു നിമിഷം ആരും അനങ്ങിയില്ല. പതുക്കെ എല്ലാവരും കടലാസ് തുണ്ടുകൾ തുറന്നു. എല്ലാ സ്ത്രീകളും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആർക്കാണ് കിട്ടിയത്? ഡെൻബാറിനാണോ? വാട്സൺ ആണോ? അപ്പോഴേക്കും ശബ്ദങ്ങൾ പറയാൻ തുടങ്ങി. അത് ഹച്ചിൻസൺ ആണ്, ബിൽ ഹച്ചിൻസൺ ആണ് കിട്ടിയിരിക്കുന്നത്. ആൾക്കൂട്ടം തിരിഞ്ഞ് ഹച്ചിൻസൺ കുടുംബം എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കാൻ തുടങ്ങി. ബിൽ ഹച്ചിൻസൺ കയ്യിലുള്ള കടലാസ് തുണ്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ നിന്നു. പെട്ടെന്ന് ടെസ്സി ഹച്ചിൻസൺ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ അയാൾക്ക് വേണ്ടത്ര സമയം കൊടുത്തില്ല. അയാൾക്ക് ഇഷ്ടമുള്ള കടലാസ് തുണ്ടെടുക്കാൻ ഞാൻ കണ്ടതാണ്. ഇത് നീതിയല്ല, അവർ പറഞ്ഞു. മിണ്ടാതിരിക്കൂ ടെസ്സി, ബിൽ ഹച്ചിൻസൺ പറഞ്ഞു. അപ്പോൾ കൂട്ടരെ, സമ്മേഴ്സ് പറഞ്ഞു. അത് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ബിൽ, നിങ്ങളാണ് ഹച്ചിൻസൺ കുടുംബത്തിന് വേണ്ടി നറുക്കെടുക്കേണ്ടത്. എത്ര കുട്ടികളുണ്ട് ബിൽ? സമ്മേഴ്സ് ചോദിച്ചു. 3, ബിൽ പറഞ്ഞു. ബില്ലി, നാൻസി, കുഞ്ഞ് ഡേവി, പിന്നെ ടെസ്സിയും ഞാനും. ശരി. ഹാരി, നിങ്ങൾ അവരുടെ ടിക്കറ്റുകൾ മടക്കി വാങ്ങിയോ? ഗ്രേവ്സ് തലയാട്ടിക്കൊണ്ട് കടലാസ് തുണ്ടുകൾ ഉയർത്തി കാണിച്ചു. ബില്ലിൻ്റെ കയ്യിലുള്ളതും കൂടെ വാങ്ങിയോ? എന്നിട്ട് പെട്ടിയിലിട്ടേക്കൂ. മിസ്റ്റർ ഗ്രേവ്സ് തിരഞ്ഞെടുത്ത 5 കടലാസ് തുണ്ടുകൾ പെട്ടിയിലിട്ടു. ബാക്കിയെല്ലാം അയാൾ നിലത്തേക്ക് കൊട്ടി. കാറ്റടിച്ച് കടലാസ് കഷ്ണങ്ങൾ പറക്കാൻ തുടങ്ങി. നാൻസി മുന്നോട്ട് വന്ന് ഒരു കടലാസ് തുണ്ട് കയ്യിലെടുത്തു. ബില്ലി, സമ്മേഴ്സ് വിളിച്ചു.
ടെസ്സി അവൾ ചുറ്റും നോക്കി. സംശയത്തോടെ വന്ന ഒരു കടലാസ് എടുത്തു. ആൾക്കൂട്ടം നിശബ്ദമായിരുന്നു. ശരി, ഇനി എല്ലാവരും കടലാസുകൾ തുറന്നോളൂ, സമ്മേഴ്സ് പറഞ്ഞു. കുഞ്ഞിൻ്റേത് നിങ്ങൾ തുറന്നാൽ മതി ഹാരി. മിസ്റ്റർ ഗ്രേവ്സ് കടലാസ് ഉയർത്തി കാണിച്ചു. അത് ശൂന്യമായിരുന്നു. നാൻസിയും ബില്ലും അവരുടേത് തുറന്നു. അതിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ ചിരിച്ചുകൊണ്ട് അത് ചുറ്റും കാണിച്ചു. ടെസ്സി, സമ്മേഴ്സ് വിളിച്ചു. ഒരു നിശബ്ദത പരന്നു. സമ്മേഴ്സ് ബിൽ ഹച്ചിൻസനെ നോക്കി. അയാൾ കയ്യിലുള്ള കടലാസ് ഉയർത്തി കാണിച്ചു. അതും ശൂന്യമായിരുന്നു. അത് ടെസ്സിക്കാണ് കിട്ടിയിരിക്കുന്നത്, സമ്മേഴ്സ് പറഞ്ഞു. അവളുടെ കടലാസ് കൊണ്ട് കാണിക്കൂ ബിൽ. ബിൽ ഹച്ചിൻസൺ ഭാര്യയുടെ അടുത്ത് പോയി അവരുടെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന കടലാസ് ബലമായി പിടിച്ചു വാങ്ങി. അതിൽ ഒരു കറുത്ത പൊട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമ്മേഴ്സ് കറുത്ത പെൻസിൽ കൊണ്ട് വലുതായി വരച്ച ഒരു വട്ടം. ബിൽ അത് ഉയർത്തി കാണിച്ചു. അപ്പോൾ നമുക്കിനിത് പെട്ടെന്ന് അവസാനിപ്പിക്കാം, സമ്മേഴ്സ് പറഞ്ഞു. ഗ്രാമീണർ പണ്ടത്തെ ആചാരങ്ങൾ പലതും മറന്നിരുന്നെങ്കിലും കല്ല് ഉപയോഗിക്കാൻ അവർ മറന്നിട്ടില്ല. കുട്ടികൾ ഉണ്ടാക്കിയ കല്ലുകളുടെ കൂമ്പാരം തയ്യാറാണ്. മിസസ് ഡെലാക്രോസ് വലിയൊരു കല്ല് തന്നെ തിരഞ്ഞെടുത്തു. അവർ മിസസ് ഡൻബാറെ നോക്കി വിളിച്ചു. വേഗം വരൂ, വേഗമാകട്ടെ. മിസസ് ഡൻബാർ ചെറിയ കല്ലുകൾ കയ്യിലെടുത്തിട്ടുണ്ട്. എനിക്ക് ഓടാൻ വയ്യ, നിങ്ങൾ മുന്നേ പൊയ്ക്കോളൂ, ഞാൻ എത്തിക്കോളാം, അവർ പറഞ്ഞു. കുട്ടികളുടെ കയ്യിലും കല്ലുകളുണ്ട്. ആരോ കുഞ്ഞു ഡേവിയുടെ കയ്യിലും 1-2 ചെറിയ കല്ലുകൾ വെച്ചു കൊടുത്തു. ടെസ്സി ഹച്ചിൻസൺ മൈതാനത്തിൻ്റെ നടുവിൽ നിൽക്കുകയാണ്. അവൾ കൈകൾ ഉയർത്തി ദയനീയമായി പറഞ്ഞു, ഇത് നീതിയല്ല. ആദ്യത്തെ കല്ല് അവരുടെ തലയിൽ തന്നെയാണ് കൊണ്ടത്. വാർണർ അപ്പൂപ്പൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, വേഗം വാ, വേഗം വാ. ആഡംസ് ആൾക്കൂട്ടത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് നീതിയല്ല, ഇത് ശരിയല്ല, മിസസ് ഹച്ചിൻസൺ ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോഴേക്കും കല്ലുകളേന്തിയ ജനക്കൂട്ടം അവളെ പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു.